രാവിലെ 9:15 ആയപ്പോഴത്തേന് വന്ന പാടെ തന്നെ ഞാൻ ഇത് തുറക്കാനിട്ടപ്പോൾ ഒരു കുട്ടി ഇച്ചിരി നേരത്തെ എൻ്റെ വീട്ടിൽ കൊണ്ട് ആ ഗേറ്റ് വരാനായിരുന്നു. അന്നേരം ഞാനിങ്ങ് പോകുന്നത് കൊണ്ട് വേറൊരമ്മയായി കുഞ്ഞിനെ കൊണ്ട് വന്നത്. അന്നേരം അവൾക്ക് ഇച്ചിരി നിർബന്ധം കരച്ചിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇവിടെ നിന്ന് കാര്യം പറഞ്ഞ അവിടെ ഇങ്ങനെ ഇതിനകത്ത് വന്നപ്പോൾ ഞാൻ ഇവിടെ മുഖത്തോട് നോക്കിക്കൊണ്ടാണ് ഞാനിങ്ങനെ പൂട്ട് തുറക്കാൻ തുടങ്ങിയത്. പൂട്ട് തുറക്കാൻ തുടങ്ങി താക്കോലിട്ടപ്പം താക്കോൽ ഇതിനകത്ത് കയറുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞു, അയ്യോ ഈ പൂട്ട് പൊടിച്ച് കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ അന്നേരം വേറൊരു കുട്ടിയുടെ അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ ദാണ്ട് ഈ പൂട്ട് പൊടിഞ്ഞ് കിടക്കുകയെന്ന് പറഞ്ഞു. അന്നേരം ആ വന്ന കുട്ടിയുടെ അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തുറന്ന് നോക്കാം. ഇതിങ്ങനെ ഞാനിങ്ങനെ അങ്ങ് തുറന്നപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ അന്നേരം ഈ വന്ന 2 കുട്ടികൾ ഓടി അങ്ങ് കയറി. അന്നേരം അവരുടെ കൂടെ ഞാനും കയറിയിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ ചവിട്ടട്ടെ എന്ന് പറഞ്ഞു. ബുധനാഴ്ച രാവിലെ അംഗൻവാടി കെട്ടിടത്തിലെത്തിയ ലീലാമണി ഞെട്ടി. കള്ളൻ ഉള്ളിൽ കടന്നുവന്ന് സൂചിപ്പിക്കുന്നത് തന്നെയായിരുന്നു താഴിൻ്റെ സ്ഥിതി. അകത്ത് കടന്നതും എല്ലാം വാരി വലിച്ചിട്ട നിലയിലും. മേശ, അലമാര അടക്കം എല്ലാത്തിലും പരതിയിട്ടുണ്ട്. പ്രധാന മേശയുടെ വലിപ്പിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സർക്കാർ വക മൊബൈൽ ഫോൺ ചാർജർ അടക്കം ചൂണ്ടി. ഉള്ളിലുണ്ടായിരുന്ന നീളമേറിയ ചട്ടുക ഉപയോഗിച്ചാണ് മേശയും മറ്റും കുത്തിപ്പൊളിച്ചത്. അടുക്കളയിൽ കടന്ന കള്ളൻ മൂർച്ചയുള്ള കത്തികളിലൊന്ന് പൊക്കി. തൊട്ടടുത്ത പാത്രത്തിലാണ് കുട്ടികൾക്കായുള്ള മുട്ടകൾ സൂക്ഷിച്ചിരുന്നത്. ഈ ഗേറ്റ് തുറന്നാണ് ആ കള്ളനകത്ത് കയറിയതും. ഇതിനകത്തായിരുന്നു മുട്ടയിരുന്നത്. ഒരു പാത്രത്തിൽ അരിയിട്ട് മുട്ട വെച്ചേക്കുമായിരുന്നു. 7 മുട്ടയുണ്ടായിരുന്നു. ഇത് തല്ലി തകർത്താണ് ഈ കള്ളന്മാർ ഇത് എടുത്തിട്ട് ഇതുവരെ കടന്നു. ഈ പാത്രത്തിലായിരുന്നു മുട്ട വെച്ചിരുന്നത്. അത് കള്ളന്മാരത് എടുത്തുകൊണ്ട് വന്ന് വടക്ക് കിഴക്ക് മൂലയ്ക്ക് ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ച് ഇവിടെ വെച്ച് അത് വക്ക് പൊട്ടിച്ച് കുടിക്കുകയും അതോടൊപ്പം 2 മുട്ടയെടുത്ത് നമ്മുടെ അംഗൻവാടിയുടെ ഭിത്തിയിൽ എറിഞ്ഞു ഉടക്കുകയാണ് ചെയ്തത്. കള്ളന്റെ വിളയാട്ട വിവരവും പോലീസിന്റെ തെളിവെടുപ്പും എല്ലാമായി ബുധനാഴ്ച കടന്നുപോയി. കേസെടുത്ത പോലീസ് മേഖലയിലെ CCTV ദൃശ്യങ്ങൾ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ചാർജറും അതിൻ്റെ മൊത്തം സാധനം കൊണ്ടുപോയി ഫോണിൻ്റെ. പക്ഷേ അത് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടുന്ന സാധനമാണ്. ഇപ്പോഴൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ സ്വന്തം ഫോണിനകത്താക്കി ഇട്ടേക്കും. അതില്ല. മോഷണമായിരുന്നു ഉദ്ദേശമെങ്കിൽ എന്തിന് കള്ളൻ മെനക്കെട്ട് അങ്കണവാടി കെട്ടിടത്തിൽ കയറി എന്നതാണ് ഒരെത്തും പിടിയും കിട്ടാത്തത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. അല്ലെങ്കിൽ ഒരു വല്ലാത്ത കള്ളനായിപ്പോയി. അങ്കണവാടി ഏതാ വീടേതാന്ന് തിരിച്ചറിയാത്ത ഒരാൾ. മാത്രമല്ല അവിടെ കയറി മുട്ട പൊട്ടിച്ചിടുക, ഇല്ലെങ്കിൽ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിപ്പോകുന്നതായിരിക്കും. ഈ പിള്ളേർ പഠിക്കുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ ഈ കള്ളന് തിരിച്ചറിവുണ്ടായിട്ടുണ്ടാവണം എവിടെ കയറിയെന്നൊക്കെ അറിഞ്ഞാണല്ലോ. ചെയ്ത പോക്കൃത്തരമായി പോയെന്നതിൽ ഒരു സംശയമില്ല. അപ്പോൾ അഭിലാൽ പറയും, അഭിലാൽ കിട്ടിയ 2 ഒന്ന് കൊടുക്കണമെന്ന് ആർക്കായാലും തോന്നിപ്പോകുന്ന ഒരു പരിപാടിയാണ് കാണിച്ചത്. കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്താണ് ഈ മാതിരി അഭ്യാസം കാണിച്ചിരിക്കുന്നത്. പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ടോ? എവിടെന്നെങ്കിലും പൊക്കോ ഇയാളെ? ഹോട്ടൽ എന്ന് കരുതി ബാർബർ ഷോപ്പിൽ കടന്നുകൂടി കട്ടിങ് ഷേവിങ് ഓർഡർ ചെയ്തു എന്ന ശ്രീനിവാസൻ തമാശയെ അനുസ്മരിപ്പിക്കുന്ന സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ചുരുക്കത്തിൽ വീടെന്ന് കരുതി കള്ളൻ അല്ലെങ്കിൽ കള്ളന്മാർ കടന്നുകൂടിയത് അംഗൻവാടി കെട്ടിടത്തിനുള്ളിലാണ്. 5 മുട്ട കഴിച്ചു പച്ചയ്ക്ക് എന്നുള്ളത് കണക്കിലെടുക്കുമ്പോൾ തന്നെ പോലീസ് സംശയിക്കുന്നത് ഒന്നിലധികം ആളുകളുണ്ട് എന്നത് തന്നെയാണ്. മറ്റൊന്നും കാര്യമായി കിട്ടാത്തതിനെ തുടർന്ന് അരിശം അവസാനത്തെ 2 മുട്ടകളിൽ എറിഞ്ഞു തീർത്തു എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ്. സമീപത്ത് ഏതാനും വീടുകൾ ഉണ്ടെങ്കിൽ പോലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ള വീടുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ പുറത്തെ സ്ഥാപനങ്ങളിലെയും അതോടൊപ്പം തന്നെ വീടുകളിലെയും ഒക്കെ തന്നെ CCTV ദൃശ്യങ്ങൾ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് പോലീസ്. സമാന രീതിയിൽ മുട്ട കഴിച്ചിട്ടുള്ള മോഷണങ്ങൾ മുൻപുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടി ചരിത്രം പരിശോധിച്ച് പിടിയിലായിട്ടുള്ളവരുടെ ഹിസ്റ്ററി കണക്കിലെടുത്തുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വൈകാതെ ആൾ കുടുങ്ങും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്തായാലും സമീപത്തെ ഏതെങ്കിലും വീടുകളിലോ സ്ഥാപനങ്ങളിലോ മോഷണമോ മോഷണ ശ്രമങ്ങളോ ഉണ്ടായിട്ടില്ല എന്നതിനാൽ തന്നെ വീടെന്ന് കരുതി അംഗൻവാടി കെട്ടിടത്തിൽ കയറി ഒരു കത്തി. ശരി, എന്തായാലും ഈ തസ്കറിനെ വേഗത്തിലൊന്ന് പോലീസ് പിടിച്ചാൽ വളരെ നന്നായിരുന്നു. കാരണം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് ഇങ്ങനത്തെ ഒരു അഭ്യാസം കാണിച്ചതെന്നുകൊണ്ടാണ്. ശരി.